നമസ്കാരം. അമ്മയുടെ കൺമുന്നിലിട്ട് കുട്ടികളെ കൊലപ്പെടുത്തിയ പിതൃ സഹോദരന്റെ വധശിക്ഷ ഇളവ് ചെയ്തു. പ്രതി 30 വർഷം ഇളവില്ലാതെ തടവ് ശിക്ഷ അനുഭവിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. സ്വത്ത് തർക്കത്തിന്റെ പേരിലാണ് കീക്കഴൂർ മാടത്തേത് വീട്ടിൽ ഷിബു എന്ന് വിളിക്കുന്ന തോമസ് ചാക്കോ സഹോദരന്റെ 2 കുട്ടികളെ കൊലപ്പെടുത്തിയത്. പത്തനംതിട്ട റാന്നിയിലെ കീക്കഴൂരായിരുന്നു സംഭവം. സഹോദരൻ മാത്യു ചാക്കോയുടെ മക്കളായ മെബിൻ, മെൽബിൻ എന്നിവരെ 2013 ഒക്ടോബർ 27-നാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. 2019 വിചാരണ കോടതി തോമസ് ചാക്കോയ്ക്ക് വധശിക്ഷ വിധിച്ചു. ഈ വിധിക്കെതിരെ പ്രതി നൽകിയ അപ്പീലും വധശിക്ഷ റഫറൻസും പരിഗണിച്ചാണ് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. കരുതിക്കൂട്ടി ചെയ്തതല്ലെന്നും പ്രതിയുടെ മനോനില തകരാറിലായിരുന്നുവെന്നുമാണ് പ്രതിഭാഗം വാദം. കൊലക്കുറ്റത്തിന് തടവ് ശിക്ഷ കൂടാതെ 5 ലക്ഷം രൂപയുടെ പിഴത്തുക കുട്ടികളുടെ അമ്മ ബിന്ദുവിന് നൽകണം. പ്രതി ഇനി തുക നൽകുന്നില്ലെങ്കിൽ വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം ലീഗൽ സർവീസസ് അതോറിറ്റി തുക വിതരണത്തിന് നടപടിയെടുക്കണം. ഇതിനു പുറമെ കുട്ടികളുടെ അമ്മയെ ഉപദ്രവിച്ചതിന് 3 വർഷവും വീടിന് തീ വെച്ചതിന് 10 വർഷവും കൊല നടത്താൻ വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് 10 വർഷവും കഠിന തടവ് ശിക്ഷ വിധിച്ച വിചാരണ കോടതി നടപടികളും ഹൈക്കോടതി ശരിവെച്ചു. ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊജക്ട് 39A നടത്തിയ മിറ്റിഗേഷൻ അന്വേഷണ റിപ്പോർട്ട് കൂടാതെ വിയൂർ ജയിൽ സൂപ്രണ്ടിന്റെയും സൈക്കാട്രിസ്റ്റിന്റെയും പത്തനംതിട്ട ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെയും റിപ്പോർട്ടുകളും കോടതി പരിഗണിച്ചു. വധശിക്ഷ ഒഴിവാക്കണമെന്ന് അമ്മയും സഹോദരിയും ആവശ്യപ്പെടുന്നുവെന്ന് ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടിലുണ്ട്. ഭാര്യയും മക്കളും മുംബൈയിലേക്ക് താമസം മാറിയതിനാൽ കാണാനായില്ല. അതേസമയം കൊല്ലപ്പെട്ട കുട്ടികളുടെ പിതാവായ പ്രതിയുടെ സഹോദരൻ പരമാവധി ശിക്ഷ നൽകണമെന്ന് പറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട്. ഏറെ ഞെട്ടലുളവാക്കിയ സംഭവമായിരുന്നു റാന്നിയിലെ ഈ ഇരട്ട കൊലപാതകം. വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന മെൽബിനെ പ്രതി തോമസ് ചാക്കോ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. തടയാൻ ശ്രമിച്ച അമ്മയുടെ മുഖത്ത് പ്രതി മുളകുപൊടി എറിഞ്ഞു. തുടർന്ന് വീടിനുള്ളിൽ കടന്ന ഇയാൾ ഇളയകുട്ടി മെബിനെയും കൊലപ്പെടുത്തി. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന ഡീസൽ വീടിനുള്ളിൽ ഒഴിച്ച് പ്രതി തീ കൊളുത്തുകയും പിന്നീട് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു. കുട്ടികളുടെ പിതാവും പ്രതിയുടെ സഹോദരനുമായ ഷൈബു സംഭവം നടക്കുമ്പോൾ വിദേശത്തായിരുന്നു.